Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഫെറാറോ ജാർ കേക്കിൻ്റെയും പോപ്സിക്കിൾസിൻ്റെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗനാഷയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗനാഷയിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ആഡ് ചെയ്ത് വിപ്പ് ചെയ്തെടുക്കാം. 200 ml പാൽ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആവാൻ വേണ്ടി ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജാറിൻ്റെ ഷേപ്പും സൈസും അനുസരിച്ചിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ജാറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് ഹാസൽനട്ട് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗനാഷയും ന്യൂട്ടല്ല മിക്സുമാണ്. മിൽക്ക് ന്യൂട്ടല്ല മിക്സ് ജാറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കേക്കും പിന്നെ വിപ്പിംഗ് ക്രീമും. ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മിൽക്ക് ന്യൂട്ടല്ല മിക്സ് ഒഴിച്ചു കൊടുക്കാം. ന്യൂട്ടല്ല ഗനാഷ മിക്സ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയ ക്രീമിനെ കൊണ്ട് ഒരു ലെയർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ന്യൂട്ടല്ല ഗനാഷ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായി നമുക്ക് ഹാസൽനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ ബാക്കി ലെയറും ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ന്യൂട്ടല്ല ഗനാഷ മിക്സും ഹാസൽനട്ടും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പോപ്സിക്കിൾസ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഐസ്ക്രീമിൻ്റെ സിലിക്കോൺ മോൾഡാണ്. അതിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ ഞാൻ ചോക്ലേറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. പൊടിച്ച ചോക്ലേറ്റ് കേക്കിലേക്ക് കുറച്ച് ഗനാഷ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് കേക്ക് മിക്സ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ലെവൽ ചെയ്തതിന് ശേഷം ഇത് സൈഡിലെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സിലിക്കോൺ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോപ്സിക്കിൾസ് നല്ല അടിപൊളിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫെറാറോ ജാർ കേക്കും പോപ്സിക്കിൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.